റെഡ് റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റോസ് പ്ലാന്റ് കെയറിങ്ങിനെ കുറിച്ചാണ്. റോസ് പ്ലാന്റ് വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ റോസ് പ്ലാന്റ് എവിടെയാണ് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. 6-7 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തായിരിക്കണം നമ്മുടെ റോസ് പ്ലാന്റ് വെക്കേണ്ടത്. എത്ര കൂടുതൽ സമയം വെയിൽ കിട്ടുമോ അത്രയും നല്ലതാണ്. കുറഞ്ഞത് ഒരു 6-7 മണിക്കൂർ വേണം. കാര്യം റോസ് പ്ലാന്റ് എപ്പോഴും വെയിൽ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. തണലത്തോട്ട് മാറ്റി വെച്ചാൽ റോസ് പ്ലാന്റ് നശിച്ചു പോകും. നിറയെ പൂവിടുന്നതിനും നല്ല ഉഷാറായിട്ട് ചെടികൾ നിൽക്കുന്നതിനും വെയിൽ അത്യാവശ്യമാണ്. മറ്റ് ചെടികളെപ്പോലെയല്ല റോസ് പ്ലാന്റിന് കുറച്ച് ഏറെ കെയറിങ് ആവശ്യമാണ്. ഈ കാണുന്നത് പോലെ റോസ് പ്ലാന്റിൽ നിറയെ മൊട്ടുകളും പൂക്കളും അതേപോലെ തളിർപ്പുകളും ഉണ്ടാകുന്നതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് പറയാം. ഫസ്റ്റ് തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകാറായ ശിഖിരങ്ങൾ 3-4 ഇല താഴ്ത്തി കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവാൻ, അതായത് കൂടുതൽ കിളിർപ്പുകളും മൊട്ടുകളും ഒക്കെ ഉണ്ടാവാൻ ഇത് സഹായിക്കും. വർഷത്തിലൊരിക്കൽ ഹാർഡ് പ്രൂണിങ് ചെയ്തു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. മഴയില്ലാത്ത ഒരു സമയം നോക്കി നമുക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്തു കൊടുക്കാം. അപ്പോൾ നമുക്ക് മഴവെള്ളം ഇറങ്ങിയിട്ട് ചെടികൾ നശിച്ചു പോകത്തുമില്ല. നല്ല ഹെൽത്തി ആയിട്ട് ഒത്തിരി ബ്രാഞ്ചസും പൂക്കളും ഒക്കെ ഉണ്ടാവാൻ ഈ ഹാർഡ് പ്രൂണിങ് സഹായിക്കും. ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോഴും സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ കറുത്ത ഡോട്ടുകളുള്ള ഇലകൾ അത് കാണുമ്പോൾ തന്നെ നുള്ളി മാറ്റിക്കളയുക. ഒരു തരം ഫംഗസാണ്. അപ്പോൾ ആ മാറ്റിക്കളയുന്ന ഇല ഒരു കാരണവശാലും നമ്മുടെ ചെടിച്ചട്ടിയുടെ അടുത്തിടാനോ ചെടിച്ചട്ടിയിലിടാനോ ഒന്നും നോക്കരുത്. അത് ദൂരേക്ക് മാറ്റി തന്നെ കളയുക. അതേപോലെ തന്നെ ഉണങ്ങിയ കമ്പുകൾ, പിന്നെ മുരടിപ്പ, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള കമ്പുകളെല്ലാം നമ്മൾ അപ്പോഴപ്പോഴും മുറിച്ച് മാറ്റി കളയുക. ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ മുറിച്ച് മാറ്റിയ ആ ഭാഗത്ത് മെഴുകുതിരി ഉരുക്കി ഒഴിച്ചോ അല്ലെങ്കിൽ ക്യൂടെക്സ് പുരട്ടിയോ അതൊന്ന് സീൽ ചെയ്യുക. അതുമല്ല നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഫംഗസൈഡ് ഉണ്ടെങ്കിൽ അത് പുരട്ടി കൊടുക്കാം. അപ്പം ആ വഴി എന്തെങ്കിലും തരത്തിലുള്ള ഫംഗസ് ബാധ ഉണ്ടായി ചെടി നശിക്കുന്നതിൽ നിന്നും ചെടിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം അതിന് വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കയ്യിലുള്ള ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കമ്പോസ്റ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വളങ്ങൾ മണ്ണിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞ് ഒരാഴ്ചത്തേക്ക് ചെടി തണലത്ത് തന്നെ വെക്കുക. അത് വെയിലത്തോട്ട് മാറ്റുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം മതിയാകും. പുതിയ തളിർപ്പുകൾ വരുന്ന സമയത്ത് അതിലോട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ട് വരുന്ന തളിർപ്പെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള കീടങ്ങൾ വന്ന് തിന്നുകൊണ്ട് പോകും. റോസ് പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുക്കേണ്ടത് മണൽ, അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി, അതല്ലെങ്കിൽ കമ്പോസ്റ്റ്, കുറച്ച് ഒരു പിടി എല്ലുപൊടി, ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ചകിരിച്ചോറുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ടുള്ള പോട്ടിംഗ് മിക്സാണ് ഉത്തമം. നല്ല ഇളക്കമുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് എപ്പോഴും റോസ് പ്ലാന്റിന് നല്ലത്. അടിക്കടിക്ക് ഇതേപോലെ മൂടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതേപോലെ ഇളക്കം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മണൽ ഉപയോഗിക്കുന്നത്. മണ്ണിന് പകരം മണലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി മണലില്ലാത്തവർക്ക് മണ്ണും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ മണലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇതേപോലെയുള്ള വളങ്ങളും, ഇത് കുറേ ആയ പോട്ട് മിക്സാണ് കേട്ടോ. ഈ ഒരു പോട്ട് മിക്സിൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളർന്നു നിൽക്കും. പിന്നെ ഈ കാണുന്ന ചെറിയ കമ്പുകൾ ഞാൻ പ്രൂണിങ് ചെയ്ത് ഒഴിവാക്കിയ കമ്പുകളാണ്. അതിങ്ങനെ ഇതിൻ്റെ ചോട്ടിൽ കൂടെ തന്നെ കുത്തി കൊടുത്തു. അപ്പോൾ അത് പെട്ടെന്ന് അതിൽ വേരും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത്
എനിക്കൊന്ന് മാറ്റി നടണം. അപ്പോൾ ഇതേപോലെ പ്രൂണിങ് ചെയ്യുന്ന കമ്പുകൾ നമുക്ക് ഇതേപോലെ ആ ചട്ടിയിൽ തന്നെ കുത്തിവെച്ചാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും കേട്ടോ. 15 ദിവസം കൂടുമ്പം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. ലിക്വിഡായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയൊക്കെയുള്ള വളങ്ങളോ നമുക്ക് മണ്ണിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് എൻ്റെ കയ്യിലുള്ളത് ചാണകപ്പൊടിയാണ് കേട്ടോ. ഇത് നല്ല പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്. ഞാൻ നഴ്സറിയിൽ നിന്നും 5 കിലോ 90 രൂപ എന്തോ ആണ്, 90 രൂപയാണ്, 90 രൂപയ്ക്ക് വാങ്ങിച്ച ചാണകപ്പൊടിയാണ് കേട്ടോ. ഒരു സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് കൈ കൊണ്ടെടുക്കാൻ ഒരറപ്പ് അങ്ങനെയൊന്നും തോന്നാത്തൊരു പൊടിയാണ് കേട്ടോ. ഇച്ചിരി ഈർപ്പമൊക്കെ ഉള്ളൊരു പൊടിയാണ്, നല്ലൊരു പൊടിയാണ് കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ അടിക്കടിക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ചെടിയുടെ ചുവട്ടിൽ കൂടെയും ഓരോ പിടി വെച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്ത് മണ്ണ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഇടയ്ക്ക് ഈ 15 ദിവസം കൂടുമ്പോൾ, ഇനി അടുത്ത 15 ദിവസം കൂടുമ്പോൾ ഒരു പിടി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്തിട്ട് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഓരോ 15 ദിവസം കൂടുമ്പോഴും നമുക്ക് ഓരോന്നും മാറി മാറി കൊടുക്കാവുന്നതാണ്. DAP പോലുള്ള വളങ്ങളും നമുക്ക് കൊടുക്കാം. ഇതേപോലെ 15 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം എന്ന കണക്കിന് നമുക്ക് കൊടുക്കാം. എല്ലാ വളങ്ങളും കൂടെ ഒത്തു കൊടുത്ത് ചെടി നശിപ്പിക്കരുത്. ഒരു 15 ദിവസം അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ചട്ടികളിലേക്കും ഞാൻ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ അടുക്കള വേസ്റ്റ് കൊണ്ട് ഇട്ടതാണ്. അതായത് നമ്മുടെ പച്ചക്കറിയുടെ തോലുകളെല്ലാം കൂടെ ഇട്ടതാണ്. അതിപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ചെടിച്ചട്ടിയിൽ മുകളിലോട്ട് ഇട്ടിട്ട് അടുത്ത ദിവസം ഇതേപോലെ ചെടിച്ചട്ടിയുടെ അറ്റത്തായിട്ട്, അതായത് നമ്മുടെ തണ്ടിൽ തട്ടാത്ത വിധത്തിൽ നീക്കി ഒരു കുഴിയെടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇട്ട് മൂടും. അത് അടിക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു റിസൾട്ട് തരുന്നതായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ കിച്ചൺ വേസ്റ്റ്. അത് നമ്മുടെ ചെടിയുടെ തണ്ടിൽ തട്ടാത്ത രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ദിവസം ഞാൻ ചെടിച്ചട്ടിയുടെ മുകളിൽ ഇടണമെന്ന് പറഞ്ഞാൽ ഇവിടെ നന്നായിട്ട് വെയിലടിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശകലം ഒരു വാട്ടം ഇതിനുണ്ടാവും. അപ്പം ചീഞ്ഞിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമുള്ള ചീഞ്ഞ് ഫംഗസ് അങ്ങനെയൊക്കെ വരുന്ന ഒരു സംഭവം വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആദ്യം ചെടിയുടെ മുകളിലായിട്ട്, ചെടിച്ചട്ടിയുടെ മുകളിലായിട്ട് ഇങ്ങനെ തണ്ടി തട്ടാത്ത വിധത്തിൽ ഇങ്ങനെ ആദ്യം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാനിതേപോലെ 2-3 കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടിട്ട് മൂടാറുണ്ട്. അതിൽ മെയിനായിട്ട് പഴത്തിൻ്റെ തോലൊക്കെ വളരെ നല്ലൊരു വളമാണ്. ഉള്ളിയുടെ തോല് ഇതൊക്കെ നല്ലൊരു വളമാണ്. അതേപോലെ ഇടയ്ക്കൊക്കെ ഞാൻ മുട്ടയുടെ തോലും ഇതേപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട് മണ്ണിലോട്ട്. അതും ബെസ്റ്റാണ്. ഈ റോസാ ചെടിക്കൊക്കെ ഏറ്റവും നല്ല വളമാണ് മുട്ടയുടെ തോൽ. ഇനി അതിന് ശേഷം ഞാനിത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഈർപ്പം നഷ്ടമായെന്ന് കാണുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ച്. അപ്പം പല സ്ഥലത്തും പല കാലാവസ്ഥയായിരിക്കും. അപ്പോൾ അത് അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഞാൻ രാവിലെ ചെറിയ രീതിയിൽ ഞാൻ അരി കഴുകുന്ന വെള്ളമൊക്കെ രാവിലെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒഴിച്ച് കൊടുക്കാറില്ല. അതായത് അരി കഴിയുമ്പോൾ കുറച്ച് വെള്ളമാണല്ലോ വരിക. അപ്പോൾ അത് എല്ലാ ചെടിച്ചട്ടിയിലും കൂടെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ വൈകുന്നേരവും നന കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കും. ഇനി ചില ദിവസങ്ങളിൽ ഒത്തിരി വെയിലില്ലാത്ത ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിൽ വെള്ളം ഈർപ്പം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം വെള്ളം ഒഴിക്കില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഏത് രീതിയിലാണോ വെയിലിൻ്റെ അതനുസരിച്ച് വേണം. അതായത് നമ്മുടെ ചെടിച്ചട്ടിയിൽ മണ്ണ് നോക്കി നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ എന്നും വന്ന് ഈ ചെടിയുടെ അടുത്ത് വരിക, അതിനെയൊക്കെ ഒന്ന് തൊട്ട് തൈലോടിയൊക്കെ നോക്കുക. അങ്ങനെ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണുമ്പം അവരും ഒത്തിരി പൂക്കളും ഒക്കെ തന്ന് നമ്മളെയും സന്തോഷിപ്പിക്കും. അപ്പം ഞാൻ എന്നും ഇതേപോലെ ചെയ്യാറുണ്ട് കേട്ടോ. എന്നൊക്കെ വന്ന് നോക്കി ഇതേപോലെ ഇലകളൊക്കെ പറിച്ചൊക്കെ ഒഴിവാക്കി ചെടിച്ചട്ടിയൊക്കെ ഒന്ന് ക്ലീനാക്കി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.
ഇത് കൂടാതെ തന്നെ നമുക്ക് ആഴ്ചയിലൊരിക്കൽ എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡും കൂടെ കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂവും മൊട്ടും തളർപ്പും ഒക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് കഴിച്ചുകൊണ്ട് പോകും. വേപ്പെണ്ണ സോപ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പെസ്റ്റിസൈഡിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും അത് കയറി ഒന്ന് കാണണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.